നമസ്കാരം, ET ടോക്സിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം കുറച്ചും കൂടെ റിസ്ക് കുറവാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പൊതുവേ അനലിസ്റ്റുകളൊക്കെ പറയാം ലോങ് ടേമിലേക്ക്, അതായത് 5 വർഷത്തിന് മുകളിലേക്ക്, 7 വർഷത്തേക്ക്, 10 വർഷത്തേക്കൊക്കെ ആയിട്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുള്ളത്. ഇപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ഒരു വോളറ്റിലിറ്റി കാണുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും ആളുകൾ ഭയക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയിട്ടുണ്ട്. കാരണം ആംഫിഡെക് റിപ്പോർട്ട് പ്രകാരം മന്ത്ലി SIPയുടെ ഇൻഫ്ലോ ഒക്കെ കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിലെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനായി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് സനൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വെൽക്കം സർ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ എക്സ്പേർട്സ് പൊതുവെ 10 വർഷത്തേക്കും 5 വർഷത്തിന് മുകളിലേക്കായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറ്. അതല്ലാണ്ട് നമുക്ക് ഷോർട്ട് ടേം ഗോൾസുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഷോർട്ട് ടേം ഗോൾസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുക? ഓക്കെ, ഇതിൽ സാധാരണഗതിയിൽ 5 വർഷത്തേക്കോ അല്ലെങ്കിൽ അതിന് മേലേക്കെല്ലാം പറയുന്നത് റിട്ടേൺസിന് വേണ്ടിയിട്ടാണ് അത്രയും ഇത് പറയുന്നത്. അത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലാണ് അങ്ങനത്തെ ഒരു ഇത് പറയാറ്. നമുക്ക് ഗോൾസ് നമ്മൾ എത്ര വർഷത്തേക്കുള്ള ഗോൾസാണ് അതിനനുസരിച്ചാണ് ഇത് നമ്മൾ പറയുക. ശരിക്കും ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് ആണ്. സ്റ്റോക്ക് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ, നമുക്കൊരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് ആണ് ഈ പറയുന്ന ഇതെല്ലാം അസറ്റ്സ് എല്ലാം. അപ്പോൾ നമുക്ക് ഗോൾസ്, നമ്മൾക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനായിരിക്കാം, അതല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം തന്നെ അപ്പോൾ ഒരു വർഷത്തിനുള്ളിലുള്ള ഗോൾസ് ആവുന്ന സമയത്ത് നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇടുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്തുവരും വെച്ചെങ്കിൽ ഇതെല്ലാം സ്റ്റോക്കുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടവ. ആ ഒരു വർഷത്തിനുള്ളിൽ മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആവശ്യം നേരത്തെ ഈ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലോസിൽ നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സമയത്താണ് നമ്മൾ എന്ത് വെച്ചെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിലുള്ള ഗോൾസ് എല്ലാം ആണെങ്കിൽ നമ്മൾ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മളിത് ഈ ഫണ്ട് പാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ രീതി എന്താ വെച്ചാൽ, അപ്പോൾ ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് മാനേജർ ഇത് വ്യത്യസ്ത ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ബോണ്ടുകളിലും ഡിവെഞ്ചേഴ്സിലൊക്കെയാണ്, ട്രഷറി ബിൽസിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് എല്ലാം തന്നെ ഒരു ഫിക്സഡ് മെച്യൂരിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺസ് ഫിക്സഡ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു 5 to 8% ഉള്ളിൽ റിട്ടേൺസ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഡൗൺ സൈഡ് റിസ്ക് കുറവാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഒന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ള റിസ്ക് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒക്കെ വരുന്ന ഈ പറയുന്ന ആവശ്യങ്ങൾക്ക് നമ്മൾ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിനാണ് സാധാരണ പ്രിഫർ ചെയ്യുക. അതല്ല നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ 5 വർഷത്തിനൊക്കെ മേലെയാണെങ്കിലാണ് നമ്മൾ ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് പോവുക. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ മാരേജ്, ഇതെല്ലാം ഒരു ദീർഘകാലത്തേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള ഇതാണെങ്കിൽ 5 വർഷത്തിന് മേലെയാണെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പ്രിഫർ ചെയ്യും. അവിടെ നമുക്ക് ആവശ്യം റിട്ടേൺസ് ആണ്. നമുക്ക് റിസ്ക് കുറച്ചെടുക്കാം. 5 വർഷത്തിനുള്ളിൽ ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങുന്ന വെച്ചാൽ 1 വർഷം 2 വർഷമൊക്കെ ഡൗൺ സൈഡ് ഉണ്ടെങ്കിലും അടുത്തൊരു 2-3 വർഷത്തിനുള്ളത് തിരിച്ച് കയറിപ്പോയി നമുക്കൊരു 12 to 15% ഉള്ളിലുള്ള റിട്ടേൺസ് ഉണ്ടായിരിക്കാം. ഹിസ്റ്റോറിക്കൽ ആവറേജ് ഇതെടുക്കുന്ന സമയത്ത് ഇക്വിറ്റി ഫണ്ടുകളൊക്കെ തന്നെ അത്ര പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് മാർക്കറ്റിൽ മൈനസിൽ നിൽക്കുന്ന ഒരു ഫണ്ട് ഉണ്ടെന്ന് വെക്കുക. അതിൻ്റെ ഒരു 10 വർഷത്തെ ആവറേജ് എടുത്താൽ അത് ഒരു 12% അപ്പോൾ ഉണ്ടാവും ഇക്വിറ്റി ഫണ്ടാണെങ്കിൽ. അപ്പോൾ നമ്മളുടെ ഗോൾസ് ഇത് രണ്ടും അല്ല, ഇതിൻ്റെ ഇടയിൽ ആണ് വരുന്നത്. അടുത്ത 2 വർഷത്തിന് അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ മൾട്ടി അസറ്റ് ഹൈബ്രിഡ് ഫണ്ടുകളിലേക്കാണ് അല്ലെങ്കിൽ മൾട്ടി അസറ്റ് ഫണ്ടുകളിലേക്കാണ് നമ്മൾ അലോക്കേഷൻ കൊടുക്കുക. അവിടെ എങ്ങനെയാ വെച്ചെങ്കിൽ ഡെപ്റ്റിൻ്റെ ഇപ്പോൾ ഫണ്ട് മാനേജർക്ക് വേണമെങ്കിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിലേക്കും സ്വിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഇക്വിറ്റിയിലേക്കും നമുക്ക് വേണമെങ്കിൽ ഫണ്ട് മാനേജർക്ക് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റാം. ഇങ്ങനെ മൾട്ടി അസറ്റ് ക്ലാസ്സിലേക്ക് ഇവർക്ക് വേണമെങ്കിൽ സ്വിച്ചിങ് നടത്താൻ പറ്റും. ഇങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾ എത്ര വർഷത്തേക്കാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലത്തെ ഏത് ഇൻസ്ട്രുമെന്റ് വേണമെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്, ഒരു വർഷത്തിനുള്ളിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, 5 വർഷത്തിനുള്ളിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, 5 വർഷത്തേക്ക് മേലേക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യിക്കും. അതിനുശേഷം ഫണ്ടുകൾ ഇതിലത്തെ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഡെപ്റ്റ് ഫണ്ടുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതായത് നമുക്ക് റിസ്ക് കൂടിയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് വോളട്ടൈൽ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് സേഫായിട്ട് ഡെപ്റ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ആപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റിസ്ക് കുറയുന്ന സമയത്ത് നമുക്ക് ഈ ഡെപ്റ്റ് ഫണ്ടിൽ നിന്ന് വീണ്ടും അത് ഇക്വിറ്റിയിലേക്ക് മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുക? അത് നല്ലൊരു ചോദ്യമാണ്. സാധാരണഗതിയിൽ എല്ലാവരുടെയും ഇപ്പോൾ മാർക്കറ്റിനെ പറ്റിയിട്ട് അധികം അറിയാത്ത ആളുകളുടെ ഒക്കെ കൂടുതലും അവർ കണ്ടിരിക്കുന്നത് മാർക്കറ്റ് നന്നായി കയറുമ്പോൾ അല്ലെങ്കിൽ ഗോൾഡ് എല്ലാം നന്നായി
നന്നായി കയറുന്ന സമയത്ത് ആ അസറ്റ് ക്ലാസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറായിരിക്കും. ഇപ്പോൾ നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഏറ്റവും മാർക്കറ്റ് ഓൾമോസ്റ്റ് പീക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് കൂടുതൽ ന്യൂ ഫണ്ട് ഓഫേഴ്സ് എല്ലാം വരിക. എന്നാൽ ഇപ്പോൾ ഒരുപാടൊന്നും വരണമെന്നില്ല ആ സമയത്ത്. കാരണം മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ഒരുപാട് മ്യൂച്വൽ ഫണ്ട് കമ്പനികളൊന്നും ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടിലേക്കൊക്കെ ഫണ്ട് ഇടണമെന്ന് പറഞ്ഞാൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ അധികം തയ്യാറാവില്ല മേ ബി. അപ്പോൾ കൂടുതലും മാർക്കറ്റ് പീക്ക് ഔട്ട് ചെയ്യുന്ന സമയത്താണ് ഇത്തരം ന്യൂ ഫണ്ട് ഓഫേഴ്സ് ഇതൊക്കെ കൂടുതൽ ഇറങ്ങുക. അപ്പോൾ നമ്മൾ പേഴ്സണലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ അവർ മാർക്കറ്റ് ഇപ്പോൾ ഒരു നോക്കിയിട്ട് ഓവർ വാല്യൂഡ് ആണെന്നെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ഫണ്ടിൽ കീപ്പ് ചെയ്യുന്നു പൈസ. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ എല്ലാം റിട്ടേൺസ് ഒരു 6 to 8% വരുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയും, STP എന്ന് പറയും. STP കൊടുക്കുന്നു ഇക്വിറ്റി ഫണ്ടുകളിലേക്ക്. അപ്പോൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായിട്ട് ഇത് ഇക്വിറ്റി ഫണ്ടിലേക്ക് എത്തും. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡെപ്റ്റ് ഫണ്ടിൽ ഉണ്ടാവില്ല, ഫണ്ട് അവിടെ ഉണ്ടാവില്ല, ഫുള്ളായിട്ട് നമ്മൾ ഇതേ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ തന്നെ ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇക്വിറ്റി ഫണ്ടിലേക്ക് ഈ ഫണ്ട് മുഴുവൻ മാറിയിട്ടുണ്ടാവും. അതും നമുക്ക് വേണമെങ്കിൽ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് മന്ത്ലി STP കൊടുക്കാം, അതല്ലെങ്കിൽ വീക്ക്ലി STP കൊടുക്കാം, അല്ലെങ്കിൽ ഡെയിലി STP കൊടുക്കാം. അപ്പോൾ നമ്മൾ വീക്ക്ലി STP കൊടുക്കുന്ന വെച്ചാൽ എല്ലാ ആഴ്ചയിലും ഈ സ്വിച്ചിങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡെയിലി STPയും കൊടുക്കാം, എല്ലാ ദിവസവും സ്വിച്ചിങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് ഏത് ദിവസവും ഈ ഒരു വർഷം ഫുള്ള് പർച്ചേസ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡൗൺ സൈഡ് ആകുന്ന ദിവസങ്ങളും പർച്ചേസ് നടക്കും, കയറിയ ദിവസങ്ങളും പർച്ചേസ് നടക്കും. ഒരു വർഷം കഴിഞ്ഞ് ഈ ഫണ്ട് മുഴുവൻ ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റുപ്പി കോസ്റ്റ് ആവറേജിങ്ങും ഇതിലൂടെ നടക്കും. ഇനി നമുക്കൊരു ഇതുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഡെപ്റ്റ് ഫണ്ടിൽ പാർക്ക് ചെയ്തു, അത് നമ്മൾ വാട്ടർ ടാങ്കിൽ കീപ്പ് ചെയ്യണ മാതിരി. എന്നിട്ട് താഴത്തെ ടാപ്പ് തുറന്ന് ബക്കറ്റിൽ വെള്ളം പിടിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് ഇതിൽ വരും. അത് നമുക്ക് വ്യത്യസ്ത ഇൻസ്ട്രുമെൻസിലേക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റ് ഒരു 20% നിഫ്റ്റി കറക്റ്റ് ചെയ്തു, അപ്പോൾ അത് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്കിയിരിക്കുന്ന ഡെപ്റ്റ് ഫണ്ട് ഫുള്ളായിട്ടോ അതല്ലെങ്കിൽ അതിൽ നിന്ന് അത് ബാലൻസ് ഉള്ള 50%, 60% സ്വിച്ചിങ് ഒരുമിച്ച് നടത്താം. അപ്പോൾ ഡിപ്പിൽ ബൈ ചെയ്യാം. ഡിപ്പിൽ ബൈ ചെയ്തിട്ട് വീണ്ടും ഈ STP കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ എല്ലാ ഡൗൺ സൈഡും നമുക്ക് വേണ്ടി പിക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ മാർക്കറ്റ് ഫണ്ട് ഇപ്പോൾ ഒരു സ്ഥലം വിറ്റിട്ടൊക്കെ പൈസ വരുമ്പോൾ നേരെ ഡെപ്റ്റ് ഫണ്ടിൽ കീപ്പ് ചെയ്യുന്നു, എന്നിട്ട് സ്വിച്ചിങ് കൊടുക്കുന്നു. ഈ ഒരു രീതി നല്ലൊരു ഓപ്ഷനാണ് ഇത്തരം ആളുകൾക്ക്. വലിയൊരു എമൗണ്ട് വരുന്ന മാർക്കറ്റ് എങ്ങോട്ട് പോകുന്ന അറിയില്ല എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളപ്പോൾ എപ്പോഴും മാർക്കറ്റ് വാച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ലേ? അപ്പോൾ അതല്ലാണ്ട് നമുക്ക് മാർക്കറ്റ് നോക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു STP ത്രൂ നമുക്ക് ഫണ്ട് മാറ്റാൻ പറ്റുക? മാർക്കറ്റ് നോക്കാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ചെറിയൊരു അവയർനെസ് ഉണ്ടാവണം. അതില്ലെങ്കിൽ തന്നെയും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഒറ്റയടിക്ക് ചിലപ്പോൾ ലംസം പർച്ചേസ് വന്നിട്ട് നമ്മൾ ഇക്വിറ്റിയിൽ ഇടുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, നേരെ ഡെപ്റ്റ് ഫണ്ടിൽ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു 6 മാസത്തിലേക്കൊക്കെ ഒരു സ്വിച്ചിങ് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വിച്ചിങ് കൊടുത്താൽ അതിൻ്റെ ഇടയിൽ ഡൗൺ സൈഡ് എല്ലാം വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഡൗൺ സൈഡ് വരുമ്പോഴൊക്കെ സ്വിച്ചിങ് നടക്കും. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ നോക്കണമെന്നില്ല. ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ ഇഷ്യൂസ് എല്ലാം കാരണം ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഫണ്ട് വരുന്നവർക്ക് വേണമെങ്കിൽ 50% ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി 50% വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഇതിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് നടന്നോളും. പിന്നെ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ STP അല്ല, ഓരോ കാറ്റഗറി വൈസ് നമുക്കിത് സ്വിച്ചിങ് നടത്താം. ഈ SIP ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ നമ്മളിപ്പോൾ ഡെപ്റ്റ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വിവിധ മോഡലുള്ള ആളുകൾ, അതായത് വിവിധ കാറ്റഗറിയിലുള്ള ആളുകളാണല്ലോ SIP ചെയ്യാം. അപ്പം ഇങ്ങനെ SIP ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ ഇത് നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും? ഓക്കെ, SIP ചെയ്യുന്നവരെ സംബന്ധിച്ചിപ്പോൾ അതിൽ 2 കാറ്റഗറി വെക്കുകയാണെങ്കിൽ, ഒന്ന് മന്ത്ലി ഇൻകം വരുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഡെയിലി ഇൻകം ആയിക്കോട്ടെ, അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പ്, ഒരുമിച്ച് ഫണ്ട് വരുന്ന ഒരു ഗ്രൂപ്പ് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്താം. അതിൽ ജോലിക്കാരെ സംബന്ധിച്ച് അവർക്ക് മാസം ആയിരിക്കും, എല്ലാ മാസവും ഇത്ര ഡേറ്റിൽ സാലറി ക്രെഡിറ്റ് ആവും. അപ്പോൾ അവരെ സംബന്ധിച്ച് SIP വരുന്ന സമയത്ത് അവർക്ക് സാലറി ക്രെഡിറ്റ് ആവുന്നതിൻ്റെ 2 ദിവസം, ഒരു ദിവസം 2 ദിവസത്തിന് ശേഷം SIP ആക്ടിവേറ്റ് ചെയ്ത് വിടും. നമുക്ക് നമ്മളുടെ വരുന്ന സാലറി ഇല്ല, നമ്മളുടെ എക്സ്പെൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് സാലറി വരുന്നതിൻ്റെ 2-ാം ദിവസം ചെയ്ത് വെക്കുന്നത് നല്ലത്. കാരണം അക്കൗണ്ടിൽ അപ്പോൾ പൈസ ഉണ്ടാവും, SIP കൃത്യമായിട്ട് പൊക്കോളും. അതല്ല മാസത്തിലെ ഫുൾ
ആയിട്ടും അക്കൗണ്ടിൽ പൈസ കിടക്കുന്നുള്ള ഒരാൾ തന്നെയാണെങ്കിൽ അവർക്ക് നല്ലത് വ്യത്യസ്ത ഡേറ്റുകളിലായിട്ട് SIP ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 50,000 രൂപ SIP എല്ലാ മാസവും ചെയ്യുന്നുണ്ട് എങ്കിൽ വേണമെങ്കിൽ 5,000 വെച്ചിട്ട് 10 ഡേറ്റിലാക്കി കൊടുത്തിട്ട് 50,000 ആക്കാം. 50,000 ഒറ്റ ഡേറ്റിൽ വെക്കുന്നതിനൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ മാസത്തിലെ പല പല ഡേറ്റുകളായിട്ട് പർച്ചേസ് നടക്കുന്ന സമയത്ത് അപ്പോൾ ഡൗൺ സൈഡ് വരുന്ന സമയത്തെല്ലാം പർച്ചേസ് നടക്കും. ഓക്കെ, ബെറ്റർ ആവറേജ് ആയിട്ട് നമുക്ക് കിട്ടും മറ്റേ ഈ NAV. അപ്പോൾ അതൊരു കാറ്റഗറി. ചില കാറ്റഗറി ബിസിനസ്സുകാരെ സംബന്ധിച്ചൊക്കെ അവർക്ക് ചിലപ്പോൾ ഡെയിലി ആയിരിക്കും കളക്ഷൻ വരുന്നത്. ഇപ്പോൾ ഒരു കട നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ സംബന്ധിച്ചൊക്കെ അവർക്ക് ഡെയിലി ഇൻകം വരും. അവർക്ക് മാസം അവസാനം ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ഒരുമിച്ച് ചിലപ്പോൾ ചെയ്യാണ്ടാവില്ല. എന്നാൽ ഒരു ദിവസം വേണമെങ്കിൽ 1,000 രൂപ SIP ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ 2,000 രൂപ SIP ചെയ്യാൻ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ഡെയിലി SIP യൂസ് ചെയ്തുകൊണ്ട് അവർക്കൊരു എമൗണ്ട് ഉണ്ടാക്കാം. വേറൊരു സാധ്യത ഉള്ളത് എന്താ വെച്ചാൽ ഡെപ്റ്റ് ഫണ്ടുകൾ വെച്ച് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, അവർക്ക് മാസം 1-ാം തീയതി സാലറി കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് കൊടുക്കാനുണ്ടാവും, വാടക കൊടുക്കാനുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ വലിയൊരു പൈസ അങ്ങോട്ട് ഔട്ട്ഫ്ലോ ഉണ്ടാവും. അവർക്ക് ഇൻഫ്ലോ വരുന്നത് 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ, കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ കുറച്ചായിട്ട് വരുന്നത് 1 to 5-ാം തീയതി പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ അവർക്ക് വേണമെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാം, 1-ാം തീയതി മുതൽ ഈ പൈസ വരുന്ന സമയത്ത് ഡെയിലി SIP ചെയ്യാൻ പറ്റും. ഡെയിലി SIP ഡെപ്റ്റ് ഫണ്ടുകളിലേക്ക് ചെയ്യുക, ഇക്വിറ്റി ഫണ്ടല്ല, ഡെപ്റ്റ് ഫണ്ടിലേക്ക് ചെയ്യുക. അത് സാധാരണഗതിയിൽ എക്സിറ്റ് ലോഡ് ഉണ്ടാവില്ല. അപ്പോൾ അത് എന്നിട്ട് ഈ ഒരു 25-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി ആ എമൗണ്ട് ഫുള്ള് വിഡ്രോ ചെയ്തിട്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മാസം ഫുള്ളായിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കുന്നതുകൊണ്ട് ഈ വലിയൊരു ബേർഡൻ ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പം അങ്ങനെ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡെപ്റ്റ് ഫണ്ട് ഡെയിലി SIP യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരുന്ന ചില ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം കൂടെ സംശയം ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ഡെപ്റ്റ് ഫണ്ടിൽ നിന്ന് ഇക്വിറ്റിയിലോട്ട് മാറ്റുന്ന കാര്യം സംസാരിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹിഡൻ ചാർജോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? അപ്പോൾ സാധാരണഗതിയിൽ ഡെപ്റ്റ് ഫണ്ടുകൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ് വരുള്ളൂ. ഇക്വിറ്റി ഫണ്ടിനേക്കാൾ വളരെ ട്രാൻസാക്ഷൻ കോസ്റ്റേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പ്രശ്നമില്ല. ഡെപ്റ്റ് ഫണ്ടിൽ കീപ്പ് ചെയ്തിട്ട് സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇക്വിറ്റി ഫണ്ടിലാകുമ്പോൾ താരതമ്യേന ഡയറക്റ്റ് ഇതൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് ട്രാൻസാക്ഷൻ ചാർജസ് കുറച്ച് കൂടുതൽ, ട്രാൻസാക്ഷൻ ചാർജസ് അല്ല, അസറ്റ് മാനേജ്മെൻറ്റ് ചാർജസ് ചെറിയ രീതിയിൽ കൂടുതലുണ്ടാവും. എന്നാലും അത് റിട്ടേൺസ് വരുന്ന സമയത്ത് പ്രശ്നം വരില്ല. ആക്റ്റീവ്ലി മാനേജർ ആണെങ്കിൽ പ്രശ്നം വരില്ല. ഏതൊരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചും അവർ നോക്കുന്നത് അവരുടെ ഫണ്ട് ബെറ്റർ പെർഫോം ചെയ്തിരിക്കണം ഇൻഡെക്സിനേക്കാൾ എന്നുള്ള രീതിയിൽ അവർ നോക്കുക. അപ്പോൾ ആക്റ്റീവ്ലി മാനേജർ ഫണ്ട് തന്നെയാണ് ഇപ്പോഴും നന്നായിരിക്കും. താങ്ക് യു സോ മച്ച് സർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. എന്തായാലും മറ്റൊരു വിഷയവുമായിട്ട് ET ടോക്സിൽ വീണ്ടും കാണാം.